തളിപ്പറമ്പിൽ പി കെ ശ്യാമള ലീഡ് ചെയ്യുന്നു. കാസർഗോഡ് NDA ലീഡ് ചെയ്യുന്നു. 21 വോട്ടുകൾക്ക് KB ഗണേഷ് കുമാർ മന്ത്രിമണ്ഡലമാണ്. പക്ഷേ ജ്യോതികുമാർ ചാമക്കാല വലിയ വെല്ലുവിളി. ആറന്മുളയും മന്ത്രിമണ്ഡലമാണ്. അവിടെയും വീണ ജോർജ് ലീഡ് ചെയ്യുകയാണ്. അപ്പോൾ പി രാജീവ്, റോഷി അഗസ്റ്റിൻ മാത്രമാണ് നിലവിൽ പിന്നോട്ട് പോയിട്ടുള്ള തപാൽ വോട്ടുകൾ എണ്ണുമ്പോൾ പിന്നോട്ട് പോയിട്ടുള്ള. തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ CP ജോൺ 28 വോട്ടുകൾക്ക് മുമ്പിൽ, പട്ടാമ്പിയിൽ മുഹമ്മദ് മോസിൻ 23 വോട്ടുകൾക്ക് മുമ്പിൽ, ഗുരുവായൂരിൽ UDF-ന്റെ CH റഷീദ് 54 വോട്ടിന് മുമ്പിൽ, കൈപ്പമംഗലത്ത് CPI-യുടെ LDF സ്ഥാനാർത്ഥി KK വത്സരാജ് 46 വോട്ടുകൾക്ക് മുമ്പിൽ, കാസർഗോഡ് NDA സ്ഥാനാർത്ഥി ML അശ്വിനി 64 വോട്ടിന് മുമ്പിൽ. നേമത്ത് വി ശിവൻകുട്ടി ലീഡ് എടുത്തിരിക്കുകയാണ് 16 വോട്ടിന്. നേമത്ത് വി ശിവൻകുട്ടി മന്ത്രിമണ്ഡലം രാജീവ് ചന്ദ്രശേഖറിനെ പിന്നിലാക്കി 14 വോട്ടിന് വി ശിവൻകുട്ടി ലീഡ് എടുത്തിരിക്കുകയാണ് നേമത്ത്. കൊല്ലത്തെ പോസ്റ്റൽ ബാലറ്റുകളുടെ ഒരു സമഗ്ര ചിത്രം ഞാൻ അവതരിപ്പിക്കാം. കരുനാഗപ്പള്ളിയിൽ UDF 86 വോട്ടിന് പോസ്റ്റൽ ബാലറ്റ് ലീഡ് ചെയ്യുന്നു. ചവറയിൽ UDF 81 വോട്ടിന് ലീഡ് ചെയ്യുന്നു. കുന്നത്തൂരിൽ LDF 21 വോട്ടിന് ലീഡ് ചെയ്യുന്നു. കൊട്ടാരക്കരയിൽ മന്ത്രി KN ബാലഗോപാൽ 131 വോട്ടിന് ലീഡ് ചെയ്യുന്നു. പത്തനാപുരത്ത് LDF സ്ഥാനാർത്ഥി KB ഗണേഷ് കുമാർ 61 വോട്ടിന് ലീഡ് ചെയ്യുന്നു. പുനലൂരിൽ LDF 243 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ചടയമംഗലത്ത് ചിഞ്ചുറാണി മന്ത്രി 31 വോട്ടിന് ലീഡ് ചെയ്യുന്നു. കുണ്ടറയിൽ UDF 51 വോട്ടിന് ലീഡ് ചെയ്യുന്നു. വിഷ്ണുനാഥ്. കൊല്ലത്ത് UDF 63 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ഇരവിപുരത്ത് LDF 136 വോട്ടിന് ലീഡ് ചെയ്യുന്നു. ചാത്തന്നൂരിൽ NDA ലീഡ് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ആ NDAയുടെ കണക്കിൽ ഒരു നമ്പർ കൂടി ചേർക്കണം. NDA 3 ആകുന്നതാണ്. ചാത്തന്നൂരിൽ അവരിത്തവണ വലിയ പ്രതീക്ഷയാണ്. നമുക്ക് കോഴിക്കോടേക്ക് പോകാം. ഇപ്പോഴാണ് കോഴിക്കോട് കണക്കുകൾ വരുന്നത്. പേരാമ്പ്ര LDF-ന് തന്നെ TP രാമകൃഷ്ണൻ തന്നെ 26 വോട്ടുകൾക്ക് TP മുന്നിൽ. ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് അത്ഭുതങ്ങളില്ല. തപാൽ വോട്ടിൽ 12 വോട്ടിനാണെങ്കിലും മുഹമ്മദ് റിയാസ് ആണ് ലീഡ് എടുത്തിരിക്കുന്നത്. കൊടുവള്ളിയിൽ അത് UDF-നൊപ്പം തന്നെയാണ് 12 വോട്ടുകൾ. എലത്തൂരിൽ അത്ഭുതമുണ്ട്. 56 വോട്ടുകൾക്ക് UDF ആണ് അവിടെ മുന്നിൽ നിൽക്കുന്നത്. അപ്പോൾ അട്ടിമറി ഉണ്ടാകുമോ എലത്തൂരിൽ എന്നുള്ളതാണ് ഇനി അറിയേണ്ടത്. വിദ്യാ ബാലകൃഷ്ണൻ UDF 70-ലേക്ക് എത്തിയിരിക്കുന്നു. വിദ്യാ ബാലകൃഷ്ണൻ എലത്തൂരിൽ മന്ത്രി AK ശശീന്ദ്രനേക്കാൾ മുമ്പിൽ നിൽക്കുമ്പോൾ 70-ലേക്ക് എത്തിയിരിക്കുന്നു UDF. അഭിലാഷ്, അതിന് വളരെ പ്രധാനമുണ്ട്. അവിടെ ഏറ്റവും വലിയ സ്ട്രോങ് ഹാർട്ടായ ഒരു മണ്ഡലത്തിൽ അത് കോഴിക്കോടാണ്. കോഴിക്കോട്ടെ UDF-ന് അനുകൂലമായ ഒരു തരംഗമുണ്ടാകുമെന്നൊരു പൊതു പ്രവചനമുണ്ട്. എലത്തൂരിൽ ആദ്യ ലീഡ് എന്ന് പറയുമ്പോൾ അത് പോസ്റ്റൽ ബാലറ്റ് ആണ് എങ്കിൽ പോലും എലത്തൂർ എന്ന് വളരെ പ്രധാനമായി മാറുന്നു. എലത്തൂരിൽ മാത്രമല്ല, കൊയിലാണ്ടി, ബാലുശ്ശേരി, കൊയിലാണ്ടിയിലും ബാലുശ്ശേരിയിലും, കോഴിക്കോട്ടെ കൊയിലാണ്ടിയിലും ബാലുശ്ശേരിയിലും UDF ലീഡ് ചെയ്യുന്നു. നമുക്കിനി തൃശ്ശൂരിലേക്ക് പോകാം. അവിടെ കൊടുങ്ങല്ലൂരിൽ LDF അത്ഭുതങ്ങളില്ല. VR സുനിൽകുമാർ തന്നെ 208 വോട്ടുകൾക്ക്. പുതുക്കാട് KK രാമചന്ദ്രൻ LDF 146 വോട്ടുകൾക്ക്. വടക്കാഞ്ചേരി റോഷി അഗസ്റ്റിൻ വീണ്ടും പിന്നിൽ. ഇടുക്കിയിൽ UDF 16 വോട്ടുകൾക്ക്. ഇടുക്കി മണ്ഡലത്തിൽ മന്ത്രി റോഷി അഗസ്റ്റിൻ 16 വോട്ടുകൾക്ക് പിന്നിൽ. തൃശ്ശൂരിൽ പത്മജ വേണുഗോപാൽ